ഹേ ഗൈസ്, അപ്പോൾ ഇന്നലെയൊന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ പനി തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പനി കാരണം എനിക്കൊന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല. നാട്ടിലായിരുന്നു ഞാൻ. നാട്ടിൽ നിന്നൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂളിലൊക്കെ പോയിട്ടും എനിക്ക് ഒട്ടും ഓക്കെ ആയിരുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര തലവേദന, ജലദോഷം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ വോയിസിൽ ഡിഫറൻസ് ഉള്ളതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ പനിയുടെ കാരണമാണ്. എൻ്റെ ഒച്ച കംപ്ലീറ്റ്ലി പോയി കിടക്കുകയാണ്. ഇപ്പോൾ പിന്നെ ഒരു കുറവുണ്ട്. അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്യാൻ ഞാൻ വിചാരിച്ചത് തന്നെ. സ്കൂളിൽ പോയാലും പ്രത്യേകിച്ച് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മിക്ക പ്രോഗ്രാംസും അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. സ്പോർട്സ് ഡേ ആവുന്നുണ്ട്. ഞങ്ങളുടെ 12-ാം തീയതി സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സൈഡിൽ. പിന്നെ പ്രാക്ടീസ് ഉണ്ട്. അങ്ങനെ കുറേ സംഭവത്തിൽ ടീച്ചേഴ്സൊക്കെ മിക്കവരും ബിസിയാണ്. ഞാൻ ഒന്നിനും പോയി ചേരാൻ നിന്നില്ല. കാരണം ഒട്ടും തന്നെ ഓക്കെ അല്ല. എന്തോ ഭയങ്കരമായിട്ട് ടയേർഡ്നെസ്സാണ് മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നത്. അപ്പം ഇന്നാണെങ്കിൽ ടീച്ചേഴ്സിൻ്റെ എന്തോ മീറ്റിംഗ് അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രൈമറിയിൽ ടീച്ചേഴ്സൊന്നും ഫ്രീ ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങളെ കൊണ്ട് പിള്ളേരൊക്കെ നോക്കാനായിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. 4 പീരീഡാണ് ആ പിള്ളേരെ നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പ്രൈമറി നോക്കുന്ന ടീച്ചേഴ്സ്മാർക്കൊരു സ്പെഷ്യൽ വല്ല അവാർഡ് വല്ലതും കൊടുക്കണം. എന്ത് മെനക്കെട്ട പരിപാടിയാണെന്നറിയോ. അവർക്കൊന്നാതെ അറിയില്ല എന്താ ചെയ്യണ്ടേന്നൊക്കെ. അപ്പം നമ്മൾ ഇപ്പോൾ വലിയ പിള്ളേരൊക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം, മനസ്സിലാവുമല്ലോ. പക്ഷേ ഇത് കൊച്ചു പിള്ളേരാണ്. അപ്പോൾ അവർക്കൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റേതായ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2 പഠിക്കുന്ന പിള്ളേരാണ് ഏറ്റവും വികൃതി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2, 3 ഒക്കെ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് തൊണ്ട ഓൾറെഡി വയ്യാണ്ടിരിക്കുകയാണ് പനിയിട്ട്. ഇതും കൂടെ ആയപ്പോഴേക്കും അടിപൊളിയായി. ഇവൻ്റെ പനിയുടെ ഇതൊക്കെ മാറി. പക്ഷേ തൊണ്ട ഒട്ടും ഓക്കെ ആയിട്ടുള്ള, തൊണ്ടയും കൂടെ ഒന്ന് ശരിയാവാനുണ്ട്. ബാക്കിയൊക്കെ പനിയുടെ ആ ഒരു ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോയി. ആ ഒരു ക്ഷീണം ഒക്കെ അത്യാവശ്യം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. തലവേദന നല്ലപോലെ ഉണ്ടായിരുന്നായിരുന്നു എനിക്ക്. തലവേദനയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജലദോഷം ചെറുതായിട്ടുണ്ട്. തൊണ്ടവേദന അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. സൗണ്ട് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. രാത്രിയൊക്കെ ആയപ്പോഴേക്കും പിന്നെ ഒരു കുറവ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് IP ആണ്. IP ഈ ഒരു ചാപ്റ്റർ മാഡം ഓൾറെഡി പഠിപ്പിച്ച് കഴിഞ്ഞാണ്. പക്ഷേ എനിക്കൊട്ടും ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്നിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ആൾക്കേഷൻ പഠിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഡിസ്ട്രാക്റ്റഡായി പോകുന്നുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് എന്നെ പഠിക്കാം എന്നുള്ള രീതിയിൽ വീണ്ടും കൊണ്ടുവന്നിരുന്ന് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ ഒട്ടും എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ള പോലെ. പിന്നെ എന്നാലും ഞാൻ അതിനെ തന്നെ വീണ്ടും പിടിച്ചിരുത്തി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാനൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ബ്രേക്കിന് ഞാൻ ഈ ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പനിയാകുമ്പോൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അമൂലിൻ്റെ അടിപൊളിയാണ്. അപ്പോൾ ഏതായാലും മാത്രമല്ല ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.